ജയ്ഹിന്ദിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാദിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. സ്വാദ് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ് കേട്ടോ. ആകെ ഒന്ന് ഉടച്ചു വാർക്കുകയാണ്. അതായത് കൂടുതൽ പാചകവും കുറച്ച് യാത്രയായിട്ട് നമ്മളൊന്ന് മാറ്റിപ്പിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ പ്രൗഢഗംഭീരമായ അനന്തപുരിയുടെ ഹുസൂർ കച്ചേരിയുടെ മുന്നിലാണ്. പഴയ സെക്രട്ടേറിയറ്റ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഹുസൂർ കച്ചേരിയിൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബ്ലോക്ക് ഉണ്ട്, നോർത്ത് ബ്ലോക്ക് ഉണ്ട്, സൗത്ത് ബ്ലോക്കും ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഏറ്റവും പഴയെന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്ലോക്കാണ്. അതിൻ്റെ നടുക്ക് ആന കവാടം എന്ന് പറഞ്ഞൊരു വാതിലൊക്കെ ഉണ്ട്. കാര്യം അത് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പ്രൗഢഗംഭീരമായ ദർബാർ ഹോളാണ്. പണ്ട് രാജകീയ സദസ്സുകളും പിന്നീട് മന്ത്രി സദസ്സുകളും എല്ലാം അവിടെ വെച്ചാണ് അരങ്ങേറിയിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ ഓഫീസുള്ള നോർത്ത് ബ്ലോക്ക് ഉണ്ട്, സൗത്ത് ബ്ലോക്കുകളുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പം കൂടുതലും അങ്ങോട്ട് ചേക്കേറിയിട്ടുണ്ട്. നമ്മുടെ പുതിയ നിയമസഭാ മന്ദിരത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ പ്രാധാന്യം നമ്മുടെ വാസ്തവത്തിലെ ജഗതി ചേട്ടൻ പറയുന്ന പോലെ ഹുസൂർ കച്ചേരിയുടെ പ്രാധാന്യം എന്നും അതുതന്നെയായിരിക്കും. ഇതിനെ നമുക്കൊന്നും കൊണ്ട് മാറ്റി സങ്കല്പിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ തിരുവനന്തപുരത്തുണ്ട്. നല്ല നേപ്പിയർ മ്യൂസിയം ഉണ്ട്, കോവളമുണ്ട്, ശംഖുമുഖമുണ്ട്, ചാല മാർക്കറ്റുണ്ട്, പാളയം മാർക്കറ്റുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ രാത്രിയാണെങ്കിൽ വേറെ കുറേ നല്ല രസമുള്ള വഴിയോടെ കടകളും മറ്റും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സെക്രട്ടേറിയറ്റിന് ഓപ്പോസിറ്റുള്ള ഹുസൂർ കച്ചേരിക്ക് ഓപ്പോസിറ്റുള്ള സ്റ്റാച്യു ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് പുറകിൽ കാണാൻ പറ്റും ശ്രീ ടി മാധവറാവു സാറിൻ്റെ സ്റ്റാച്യു ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് സ്റ്റാച്യു ജംഗ്ഷൻ എന്നുള്ള പേര് വരാൻ കാരണം. ഇതുപോലുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം നമ്മൾ അതിനായിട്ട് ചെലവഴിക്കണമെന്ന് മാത്രം. നേരെ ബാക്കിൽ കാണുന്നതാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. സ്റ്റാച്യൂന്ന് ഒരു 200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലെത്തി. അപ്പോൾ അപ്പുറത്തെ യൂണിവേഴ്സിറ്റി കോളേജ് കാണാം, ഇപ്പുറത്തെ സാൻസ്ക്രിറ്റ് കോളേജ് ഉണ്ട്, ഇവിടെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാളയം മാർക്കറ്റ്, കണ്ണിമാറ മാർക്കറ്റ് ഉണ്ട്, പാളയം മുസ്ലിം പള്ളിയുണ്ട്, പാളയം ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഗണപതി ക്ഷേത്രമുണ്ട്, അങ്ങനെ പിന്നെ രക്തസാക്ഷി മണ്ഡപമുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അങ്ങോട്ട് നേരെ യൂണിവേഴ്സിറ്റി കോളേജാണ് കേട്ടോ, അതിപ്രശസ്തമായ യൂണിവേഴ്സിറ്റി കോളേജ്. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം കോമ്പൗണ്ടിലാണ്. തിരുവനന്തപുരത്ത് തന്നെ ഏതൊരു വ്യക്തിക്കും മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും തന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് താമസിക്കുന്നവരായാലും കാണാൻ വന്നവരായാലും ഇപ്പോൾ സ്കൂളിൽ നിന്ന് പിക്നിക്കൊക്കെ വരുമ്പോൾ ആദ്യം കൊണ്ടുവരുന്നത് മ്യൂസിയത്തേക്കായിരിക്കും. ഇവിടെയാണെങ്കിൽ നേപ്പിയർ മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ സൂ ഉണ്ട്, പിന്നെ സ്നേക്ക് പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കോമ്പൗണ്ടിൽ തന്നെ. പിന്നെ പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ള മ്യൂസിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നീട് ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ രാവിലെയും വൈകിട്ടും ഈ മ്യൂസിയം കോമ്പൗണ്ടിൽ നടക്കാൻ വരുന്നത് ഒരു നല്ല ഓർമ്മയാണ്. പിന്നെ കോളേജിൽ പഠിക്കുന്നത്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കോമ്പൗണ്ടിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് പ്രേമിക്കുകയും പോലീസ് പിടിക്കുകയും ഇതും നല്ല ഓർമ്മകളുടെ ഒരു വസന്തം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ മ്യൂസിയം ഒരിക്കലും നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ശംഖുവം ബീച്ചിലാണ്. ശംഖുവം ബീച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മ്യൂസിയം അല്ലെങ്കിൽ സ്റ്റാച്യു അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ശംഖുവം ബീച്ച് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇവിടെ അതായത് ചൂട് കാലത്തൊക്കെ ഇവിടെ വന്നിരുന്ന് കാറ്റ് കൊള്ളുന്നതും, ഇവിടെ ബീച്ചിൽ വോളിബോൾ കളിക്കുന്നതും, കൊച്ചു കുട്ടികളായിരിക്കും ഇവിടെ വന്നിരുന്ന നമ്മുടെ കോട്ടയുണ്ടാക്കുന്നത്, ഇതൊക്കെ ഒരുപാട് നല്ല ഓർമ്മകളാണ്. പിന്നീട് പണ്ട് സ്കൂൾ കാലത്ത് അവധിക്കാലത്തൊക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കുകയും ഇവിടെ നല്ല എക്സസൈസ് ഒക്കെ ചെയ്യും കേട്ടോ. ഒരു ഡാൻസ് ട്രൂപ്സ് ഒക്കെ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ എല്ലാ പ്രായക്കാർക്കും സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് ശംഖുമുഖം. ഇതും ഒരിക്കലും മിസ് ചെയ്തുകൂടാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് ഇപ്പം ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്, ബീച്ച് ഫെസ്റ്റ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ അവധിക്കാലമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിനുശേഷം ഞാൻ നേരെ പോകുന്നത് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തുള്ള ഒരു സ്പാനിഷ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റിലേക്കാണ്. അതിൻ്റെ പേര് കാഫേ താപ്പാസ്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. അപ്പോൾ ഇനിയുള്ള യാത്ര കാഫേ താപ്പാസിലേക്ക്.